സോനു സോനു ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ശരിക്കും പറഞ്ഞാൽ ത്രിക്കുട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. നമ്മൾ പിറന്നാൾ നമ്മൾ ബാംഗ്ലൂർ ആഘോഷിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നാട്ടിൽ വന്നിട്ട് ആഘോഷിച്ചാണ്. കുറേ ദിവസമായി ഞാൻ എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു മടി പിടിച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ സാധാരണ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള ക്ലീനിങ് വ്ളോഗ്സിനൊക്കെയാണ് വ്യൂസ് കൂടുതൽ. പക്ഷേ എന്നാലും എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കും ഭാവിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമുക്കൊരു മെമ്മറി അല്ലേ. ത്രിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ മുതലുള്ള വ്ളോഗ്സ് എൻ്റെ ചാനലുണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേ, സെക്കൻഡ് ബർത്ത്ഡേ, അപ്പോൾ തേർഡ് ബർത്ത്ഡേ നമ്മൾ മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിതാ നൈറ്റ് 7 മണിക്കാണ് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ആ ത്രിക്കുട്ടിയുടെ ചേട്ടന്മാരും എല്ലാവരും വന്നിട്ട് ത്രിക്കുട്ടി ഭയങ്കര ഹാപ്പി കൂടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ത്രിക്കുട്ടിയുടെ ആദ്യച്ചേട്ടോടെ പിണങ്ങി കുത്തിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പിണക്കം മാറ്റാനൊക്കെ കുറേ പേര് നോക്കുന്നുണ്ട്. പക്ഷെ ആൾ ഫുൾ പരിപാടിയിൽ ഇതുപോലെ മുഖം വീർപ്പിച്ചിരിക്കലായിരുന്നു. ബർത്ത്ഡേ അന്ന് രാവിലെ പുലർച്ചെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ നാട്ടിൽ. അപ്പോൾ നമ്മളെങ്ങനെ ബർത്ത്ഡേ സെറ്റ് ചെയ്യുന്നൊന്നും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ആരും വിളിക്കണ്ട, ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യാമെന്ന് മാത്രമേ വിചാരിച്ചു കേട്ടോ. പക്ഷേ നമുക്ക് പിന്നെ അവസാനപ്പോൾ ശരി എല്ലാവരും വിളിക്കാം. പെട്ടെന്നാണ് അന്നൊരു ഞായറാഴ്ചയായിരുന്നു. പെട്ടെന്ന് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ കേക്ക് ചേട്ടൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെക്കറേഷൻസ് ഞാൻ ബാംഗ്ലൂരിലുള്ളപ്പോൾ തന്നെ ഓർഡർ ചെയ്യിപ്പിച്ച് നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ എല്ലാം സമാധാനപരമായിട്ട് പോയി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ബുദ്ധിമുട്ടുകളും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ത്രിക്കുട്ടിക്ക് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതാ പണക്കാരനൊക്കെ മിഠായി കൊടുത്ത് എല്ലാവർക്കും മിഠായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ബർത്ത്ഡേ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. ബർത്ത്ഡേ ഡ്രസ്സ് പറഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർ വെച്ച് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഭയങ്കര ഹറിബറായി. നമുക്ക് ഒന്നിനും സമയം ഉണ്ടായില്ല. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും അന്ന് അതുപോലെ സമയം ഉണ്ടായില്ല, മഴ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ത്രിക്കുട്ടിയുടെ അച്ഛനാണ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് എൻ്റെ ഡ്രസ്സ് ഒരു ഡ്രസ്സാണ് ഇട്ടത് നമ്മൾ. അങ്ങനെ അത് ത്രിക്കുട്ടിയുടെ വലിയച്ചാച്ചനും അതുപോലെ തന്നെ വലിയച്ഛനൊക്കെയാണ്. അവർക്കൊക്കെ എല്ലാവർക്കും മിഠായി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനാണ് ആ സമയം കൊണ്ട് ഞാൻ രാവിലെ തന്നെ ഡെക്കറേഷൻസ് കുറച്ച് ചെയ്ത് വെച്ചു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഹർബറി വേണ്ടല്ലോ വെച്ചിട്ട് ചെറിയ രീതിയിലാണ് നമ്മൾ സ്പൈഡർമാൻ തീമിൽ ചെയ്തു വിട്ടാം. പിന്നെ ചേട്ടന്മാരും ത്രിക്കുട്ടി നമ്മൾ ഡാൻസാണ്. ഇതെല്ലാ ബർത്ത്ഡേക്കും എപ്പോഴുള്ള ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള സംഭവമാണ്. ഇത് ഫസ്റ്റ് ബർത്ത്ഡേ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഡാൻസും കാര്യമൊക്കെ ഉണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്ന കാരണം പാട്ട് നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ത്രിക്കുട്ടി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണി സോങ്ങിലാണ് കേട്ടോ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രിക്കുട്ടിയുടെ അപ്പം ത്രിക്കുട്ടിയുടെ ചേട്ടൻ പാച്ചു ചേട്ടനാണ്. അപ്പോൾ അവരൊക്കെ ഗുജറാത്തിലാണ്. ഇവന് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇവിടെ ഉണ്ട്. അത് കാരണം ത്രിക്കുട്ടിക്ക് ബർത്ത്ഡേയുടെ സമയത്ത് പാച്ചു ചേട്ടനൊപ്പം ഉണ്ടായി. ഇവർ തമ്മിലുള്ള ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുത്തൻ വന്നിട്ട് കളിയാക്കിയിട്ട് ഈ ഡാൻസ് പോരാന്നുള്ള രീതിയിൽ അവർ പിരിച്ചു വിട്ടു. പിന്നെ ഇവരുടെ വകയായിട്ട ഡാൻസ് നമ്മൾ പവിഴമല്ലി സോങ്ങിലാണ് ഡാൻസ്. അപ്പോൾ എല്ലാവരും നല്ല ഓർത്തുല്ലസിച്ച് ഡാൻസ് കളിച്ചു കേട്ടോ. ആദ്യച്ചേട്ടൻ മാത്രം പിണങ്ങിയിരിക്കണ അവൻ വന്നില്ല. കുറേ അവനെ വിളിച്ചു, പക്ഷെ അവൻ വന്നില്ല കേട്ടോ. ഇവർ ഭയങ്കര എൻജോയ് ചെയ്ത് നല്ല അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ചു. അപ്പോൾ ചേട്ടൻ വീഡിയോ എടുത്തോണ്ടിരിക്കണം, ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ട് ലാസ്റ്റ് കേക്ക് കട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്.
പിള്ളേർ നല്ല ആസ്വദിച്ച് ഡാൻസ് കളിക്കുന്ന വെക്കേഷൻ ടൈമും കൂടി അല്ലേ ഇനി ഇപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. അപ്പോൾ എല്ലാവരും കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയതിൻ്റെയൊക്കെ സന്തോഷം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരെ ഒരുമിച്ച് കൂടുന്നതിന് സന്തോഷമാണ്. അങ്ങനെ അതാ ധ്രുക്കുട്ടിക്ക് അവസരം വയ്യാണ്ടായിട്ട് കളിച്ച് ധ്രുക്കുട്ടിയുടെ എനർജിയൊക്കെ പോയിട്ടാണ്. നമ്മൾ കണ്ടില്ല ഓടി നമ്മൾ ട്രാവൽ ചെയ്ത് വന്നതാണെന്ന് രാവിലെ തന്നെ. ഞാൻ വിചാരിച്ചില്ല ധ്രുക്കുട്ടി ഇങ്ങനെ എന്താ പറയുക ഒപ്പം എല്ലാത്തിനും സഹകരിക്കുന്നതിനെ വിചാരിച്ചല്ല. പക്ഷെ അവളെല്ലാവരും ഇതിന് നല്ല രീതിയിൽ സഹകരിച്ചു കേട്ടോ. അപ്പോൾ ഡാൻസ് കളിച്ച് ധ്രുക്കുട്ടിക്ക് വയ്യാണ്ടായപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ ധ്രുക്കുട്ടി കൊണ്ട് പോരാ ബാക്കി ചേട്ടന്മാർ കളിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ചേട്ടൻ അവളുണ്ട്. അവൾക്ക് വയ്യാണ്ടായിട്ട് അപ്പോൾ പിന്നെ ചേട്ടൻ്റെ മടിയിൽ അവൾ പോയി ഇരുന്നു. ബാക്കി പിന്നെ ചേട്ടന്മാരുടെ വകയാണ് പെർഫോമൻസ് ഉണ്ടായത് കേട്ടോ. അങ്ങനെ ഇത് അവസാനം കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ കേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായി ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു കുട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നല്ല സൂപ്പർ കേക്കായിരുന്നു. നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു, പക്ഷെ ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു. അപ്പോൾ അതിൽ സ്പൈഡർമാനെ കുറേ പേരിങ്ങനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ ഫാറ്റൊക്കെയാണത് ഇതാകെ ഇങ്ങനെ ആടിയില്ല. ഞാൻ അതിൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ഫാലിണ്ടിരിക്കാനും പറ്റില്ല. ഇപ്പോൾ പിണക്കക്കാരൻ അവിടെ ഉണ്ട്. പിണക്കൊക്കെ മാറ്റി ഒരു വിധത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കോമഡിയാണ് കേട്ടോ. ഇവരനെ വിധത്തിൽ പിടിച്ച് നിർത്തി കേക്കൊക്കെ മുറിച്ച് വയ്ക്കലാരും ഓടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും പിടിച്ച് കൊണ്ടുവന്ന് കേക്ക് കൊടുപ്പിക്കുകയാണ്. അപ്പോൾ ധ്രുക്കുട്ടിക്ക് സാധാരണ കേക്കുകൾ മധുരങ്ങളൊന്നും അത്ര ഇഷ്ടമില്ല. പക്ഷേ കേക്ക് തീരെ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ ഫ്രഷ് ക്രീമായിട്ടുള്ള കേക്കുകൾ. പക്ഷേ എന്താണെന്ന് അറിയില്ല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആൾ സ്വയം ഇരുന്ന് തിന്നുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാവർക്കും കൊടുക്കാണ്ടപ്പം ആളും നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ചേട്ടന്മാർക്കും കേക്ക് വായിൽ വെച്ച് കൊടുക്കലും ചേട്ടന്മാർ ഇങ്ങോട്ട് വെച്ച് കൊടുക്കലൊക്കെയാണ്. അപ്പോൾ ആദ്യ ചേട്ടൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാച്ചു ചേട്ടനും വെച്ച് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ചേട്ടന്മാർ വെച്ചാൽ ധ്രുക്കുട്ടി ഭയങ്കര ജീവനാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഇവൾക്ക് ഈ ആമ്പിള്ളേരെ കണ്ട് വളരുന്ന കാരണം അവരുടെ കുറേ കാര്യങ്ങൾ, അതായത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അവൾ ഗ്രാസ്പ് ചെയ്ത് വയ്ക്കും കേട്ടോ. ഫുള്ള് ഇടി അങ്ങനെയൊക്കെയാണ് മൂപ്പരുള്ള കാര്യങ്ങൾ ചേട്ടന്മാരെ നിറച്ചുള്ള കാരണം. ചേച്ചിമാരൊക്കെ വല്ലപ്പോഴേ കാണാറുള്ളൂ. അതുകൊണ്ട് എല്ലാ ചേട്ടന്മാർക്കും കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പാച്ചു ചേട്ടൻ അവിടേക്ക് ഓടിപ്പോയി അവനെയും വിളിച്ച് വരുത്തുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ കേക്ക് കട്ടിങ്ങൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഫുഡ് ഇതിൽ ഡെക്കറേഷൻസിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അവിടുന്ന്, അതായത് തൊപ്പിയൊക്കെ നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഞാൻ അവിടെ നിന്ന് കൊടുന്നതാണ്. അങ്ങനെ അച്ചച്ചന്മാർക്കും അമ്മാമ്മയ്ക്ക് കൊടുത്തു. പിന്നെ ഇനിയുള്ളത് യമനമ്മാമയ്ക്ക് കൊടുക്കണം. പിന്നെ വലിയച്ചന്മാർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ധ്രുക്കുട്ടിയുടെ യമനമ്മാമ. അപ്പോൾ ആൾ കേക്ക് തന്നെ തിരക്കിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി. കാരണം അവളുടെ ബർത്ത്ഡേ കേക്കൊന്നും അവൾ ആദ്യം ബർത്ത്ഡേ കേക്ക് അവൾ കഴിക്കാറില്ല. ഇന്ന് എന്ത് പതിവില്ലാണ്ട് കഴിക്കുകയാണ്. കേക്ക് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. സിമ്പിളായിട്ട് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവൾക്ക് ഇഷ്ടപ്പെടാൻ. അങ്ങനെ കുറച്ചത് കാത്തിരിപ്പിന് ശേഷം യമനമ്മാമയ്ക്കും കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് വല്യമ്മമാരുടെ കൂടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സിമി വല്യമ്മയാണ് കൊടുക്കുന്നത്. അപ്പോൾ ധ്രുക്കുട്ടി എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നതിനേക്കാളും ഉപരി ആൾ സ്വയം കേക്ക് തിന്നാനുള്ള ശ്രദ്ധയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതും പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു.
അപ്പോൾ അവൾക്കും സന്തോഷമായിട്ട് അങ്ങനെ എല്ലാവരും ചിരിക്കുന്നത് കണ്ടപ്പോൾ. അങ്ങനെ സിമി വല്യമ്മ കഴിഞ്ഞിട്ട് പിന്നെ ഭാഗ്യവല്യമ്മ വന്നു. ഭാഗ്യവല്യമ്മ സിമി വല്യമ്മ ഒക്കെ സിസ്റ്റേഴ്സാണ് കേട്ടോ രണ്ടുപേരും. സത്യം പറഞ്ഞാൽ കേക്ക് മുറിച്ച സമയത്ത് കേക്ക് വെച്ച് കൊടുക്കാൻ ഞാനും ചേട്ടനും മറന്നു പോയിട്ടാ. അച്ഛനമ്മയും ആദ്യം കൊടുക്കേണ്ട അതൊക്കെ മറന്നുപോയി. സാധാരണ നമ്മൾ പിള്ളേരാണ് കൊടുക്കുക, പിള്ളേർ കൊടുത്തിട്ടെങ്കിലും ഞാൻ കൊടുക്കാനുള്ള ചിന്തിക്കാറുണ്ട്, പക്ഷെ അത് മറന്നു പോയിട്ടാ. പിന്നെ അവസാനമായി അയ്യോ നമ്മൾ കൊടുത്തില്ലല്ലോ എന്ന് ചിന്തിച്ചത്. അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിലുള്ള വോയിസ് ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഭയങ്കര സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാനും ചേട്ടനും കേക്ക് കഥ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേക്ക് മുറുക്ക് കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് സമ്മാനദാനമാണ്. ഒരു ഉമ്മ വേണ്ടി വരും. ടീഷർട്ട് ഓക്കെ ഉമ്മയുടെ മതി 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 ഓക്കെ. അപ്പം എല്ലാവരും കൊടുത്ത സമ്മാനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ഈ പൊതിയിലുള്ളത് മാത്രം എന്താണെന്ന് ആർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ അതും സ്വർണ്ണൂനായാലും അത് പൊളിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റ് എന്നാൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രീഷ്മ വല്യമ്മയും സുനു വല്യച്ഛനും ഒക്കെ കൂടി കൊടുത്തതാണ്. അപ്പോൾ അതാ നമുക്ക് തുറന്നു നോക്കാനുണ്ട് അവർ. അപ്പോൾ അതെല്ലാവരും സന്തോഷത്തിലിങ്ങനെ ഇരിക്കുകയാണ്. അതിർക്കുട്ടിക്ക് ബാഗാണ് ആദ്യം. ബാഗ് കണ്ടപ്പോൾ മുമ്പൾക്ക് അത്ര സന്തോഷം വന്നില്ല കേട്ടോ. കാരണം സ്കൂളിൽ പോകേണ്ട കാര്യമല്ല, അംഗൻവാടി പോകുന്ന പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ അത് ചേട്ടൻ അതിൽ ഈ ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ആളിത് ഓരോരോ ഐറ്റംസ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഇത്തിരി സമാധാനമായോ. ബാഗ് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വേറെ സാധനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് സന്തോഷമായിട്ടാണ്. മാല, ഹെയർ ബാൻഡ് ഇത് അപ്പം തന്നെ ഇടാൻ കേട്ടോ. അപ്പോഴേക്കും ചേട്ടൻ ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ സഹായിക്കുന്നുണ്ട്. ബാഗ് കണ്ടപ്പോൾ ആൾക്ക് ദൈവം സ്കൂളിൽ വിടാനുള്ളൊരു വിഷമം തോന്നിയിട്ടായിരുന്നു തന്നെ. പക്ഷെ പിന്നെ അതിന് ശേഷം അങ്കൻവാടിക്ക് പോകുമ്പോൾ ബാഗാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇതാ കൊടുന്ന സാധനങ്ങളൊക്കെ അതിർക്കുട്ടിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ക്ലിപ്പും അതുപോലെ മാല, ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് കൊടുത്ത് സുന്ദരിയാക്കിയിട്ടുണ്ട്. ഇവർ ഗിഫ്റ്റ് അൺബോക്സ് ഒക്കെ ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ കാരണം. അപ്പോൾ അതിർക്കുട്ടി എല്ലാ സാധനവും പറക്കി എടുത്തേക്കുന്നുണ്ട്. ചേട്ടന്മാരിന് ഇതെടുത്തോണ്ടോ എന്ന് പേടിച്ചിട്ട്. എന്താ പറയുക, 4 ചേട്ടന്മാർക്ക് ഒരു അനിയത്തിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പാമ്പറിങ് ഉണ്ട് കേട്ടോ അതിർക്കുട്ടിക്ക് എല്ലാവരുടെയും വക. അപ്പോൾ സ്വർണ്ണമൊന്നും പേടിച്ചു. ദൈവമേ ഇനിയിപ്പോൾ നേരെ തന്നെ അങ്കൻവാടിക്ക് കൊണ്ടുള്ള പരിപാടിയാവണോ ഇവർ ഒരുക്കിയിട്ടൊക്കെ ചിന്തിക്കണം. മുട്ടിലെ മുഖത്ത് ടെൻഷനുണ്ട്. അപ്പോൾ ഇതാ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ സന്തോഷമായിട്ട് ആൾക്ക്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. അപ്പോൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിള്ളേർ വലിയ കഴിക്കലൊന്നുമില്ല, എല്ലാവരും കുറച്ച് തന്നെ കഴിക്കുള്ളൂ, ദുർക്കുട്ടി ഉൾപ്പെടെ. പിന്നെ ദുർക്കുട്ടി ഒരു ഷോ ഓഫിന് വേണ്ടി അവരോട് വെറുതെ കയറി ഇരിക്കുകയെന്ന് മാത്രം. ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടന്മാരെ കാണിക്കാൻ വേണ്ടി ആളിങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. കുറച്ച് 2 ഉരുള അവൾ വരുത്തുന്നു, അത്ര തന്നെ ഉണ്ടായുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇവിടെ ആദച്ചേട്ടൻ പിണങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ പിണക്കം മാറ്റാനായിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചു പോയി. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി ഇങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ. അതുവരേക്കും ബൈ.